മക്കളെ, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് അത്രേ വരുള്ളൂ. അപ്പൊ ആ 4 മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യുക, എങ്ങനെ നിങ്ങൾക്ക് ആ 4 മാർക്ക് മേടിച്ചു തരാൻ പറ്റും, അതായിരുന്നു ഇപ്പൊ മിസ്സിന്റെ ചിന്ത മുഴുവൻ. സോ ക്വാണ്ടം നമ്പേഴ്സ് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 4 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത് നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. 3 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്: പ്രിൻസിപ്പൽ, അസിമുതൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നമുക്ക് ഓരോരുത്തരെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇതിനെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. അതേപോലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഓർബിറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. 1, 2, 3, 4 എന്ന വാല്യൂസ് ആണ്. n=1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലില്. n=2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലില്. n=3 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എം ഷെല്ലില്. n=4 എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്. n=5 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഷെല്ലായിട്ടുള്ള ഓ ഷെല്ലില്. ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് അസിമുതൽ ക്വാണ്ടം നമ്പർ. സ്മോൾ ലെറ്റർ എൽ കൊണ്ടാണ് അസിമുതൽ ക്വാണ്ടം നമ്പറെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സബ് ഷെല്ലിലാണ്. 4 സബ് ഷെല്ലാണ് നമുക്ക് പഠിക്കാനുള്ളത്. എസ് ആണോ, പി ആണോ, ഡി, എഫ്. അപ്പൊ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഈ 4 സബ് ഷെല്ലിൽ ഏതിലാണെന്ന് അസിമുതൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരും. സപ്പോസ് എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലില്. 1 ആണെങ്കിൽ പിയില്, 2 ആണെങ്കിൽ ഡിയില്, 3 ആണെങ്കിൽ എഫില്. ഇങ്ങനെ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് ഉപയോഗിച്ച് ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സബ് ഷെല്ലിലാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സപ്പോസ് മക്കളെ 4f എന്ന് പറയുന്ന ഒരു സബ് ഷെൽ ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ നമ്മളോട് 2 രീതിയിൽ ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ പ്രിൻസിപ്പൽ ആൻഡ് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. 4f എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലെ എഫ് സബ് ഷെല്ലാണ് അല്ലെ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ വരിക? ഷെല്ലിനെ സൂചിപ്പിക്കുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇവിടെ ഇലക്ട്രോൺ ഇരിക്കുന്നത് നാലാമത്തെ ഷെല്ലിലാണ്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 4. അടുത്തത് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ വരിക? അസിമുതൽ ക്വാണ്ടം നമ്പർ നമുക്കറിയാം, അത് പറഞ്ഞു തരുന്നത് സബ് ഷെല്ലാണ്. ഇവിടുത്തെ സബ് ഷെൽ എന്ന് പറയുന്നത് എഫ് ആണ് അല്ലെ. അപ്പൊ എസ് ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയാ വരിക? നമുക്കറിയാം എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിന്റെ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0, പിയുടേത് 1, ഡിയുടേത് 2, എഫിന്റേത് 3. അപ്പോൾ ഇവിടെ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത് 3. ഇനി വേറെ രീതിയിൽ തിരിച്ചു ചോദിക്കും. സപ്പോസ് ഇലക്ട്രോൺ ഇരിക്കുന്നത് n=1, l=0. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതിന്റെ വാല്യൂ 1. l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ, അതിന്റെ വാല്യൂ 0. റെപ്രസെന്റ് സബ് ഷെൽ. ഈ സബ് ഷെല്ലിനെ ഒന്ന് പ്രതിനിധീകരിക്കണം. ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സബ് ഷെല്ലിലാണെന്ന് നമ്മൾ പറയണം. n=1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ്. l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. l=0 എന്ന് പറഞ്ഞാൽ ഏതാ വാല്യൂ നോക്കിക്കേ? l=0 എന്ന് പറയുന്നത് അത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിന്റെ വാല്യൂ ആണ്. സോ l=0, n=1, l=0 എന്ന് പറയുന്നത് 1s. അപ്പൊ ഇലക്ട്രോൺ ഇരിക്കുന്നത് 1s എന്ന് പറയുന്ന സബ് ഷെല്ലിലാണ്. ഇങ്ങനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് അസിമുതൽ ക്വാണ്ടം നമ്പർ ആയി. ഇനി മൂന്നാമത്തേത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എം എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് കേട്ടോ. അപ്പൊ ഓർബിറ്റൽസിന്റെ ഓറിയന്റേഷൻ, ഇപ്പൊ ഷെല്ലായി സബ് ഷെല്ലായി. സോ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് ഓർബിറ്റലാണ്, അല്ലെങ്കിൽ ഒരു സബ് ഷെല്ലിന്റെ ഉള്ളിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ ആ സബ് ഷെൽ ഓർബിറ്റലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് നമ്മുടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുന്നത് 2l+1, m=2l+1. l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് അസിമുതൽ ക്വാണ്ടം നമ്പറിനെയാണ്. സപ്പോസ് നമ്മുടെ എസ് എന്ന് പറയുന്ന സബ് ഷെൽ ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്രയാ വരിക? 0. അതിൽ എത്ര ഓറിയന്റേഷൻ ഉണ്ട്? 2x0+1 അല്ലെ. 2x0 0, 0+1 1. അപ്പോ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിന് ഒരേ ഒരു ഓറിയന്റേഷനേ ഉള്ളൂ, അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഒരേ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഇനി നമുക്ക് പി എടുക്കാം. പി എന്ന് പറഞ്ഞാൽ എല്ലിന്റെ വാല്യൂ 1 ആണ്. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓറിയന്റേഷൻ കണ്ടുപിടിച്ചേ. 2x l+1 ആണ്. സോ 2 × 1+1, അതായത് 2+1
3 എന്ന് വരും. പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് 3 ഓറിയന്റേഷൻ ഉണ്ട്. അതായത് പി സബ്ഷെല്ലില് 3 ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഡി സബ്ഷെൽ എടുക്കാം. അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ വരിക? ഡി ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 2 ആണ് അല്ലെ. സോ എത്ര ഓറിയന്റേഷൻ ഉണ്ട് അതിന്? 2 × L+1 ആണ്. സോ 2 × 2 + 1 അതായത് 4 + 1 5. നോക്കിക്കേ, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലില് 5 ഓറിയന്റേഷൻ ഉണ്ട്. അതായത് 5 ഓർബിറ്റൽ ഉണ്ട്. അപ്പോ ഇതാണ് കറക്റ്റ് ആയിട്ട് 3 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. നോക്കിക്കോ, കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. ഏത് പിന്നെ സബ്ഷെല്ലാണെന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. n=4, l=2. n=4 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ. അതായത് n=4 എന്ന് പറയുമ്പോൾ അത് 4ാമത്തെ ഷെല്ലാണ്. ഇനി l=2. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം. 0 എന്ന് പറഞ്ഞാൽ എസ്. പരീക്ഷയ്ക്ക് മുമ്പേ എഴുതിക്കൊണ്ട് പോകാനല്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കാനാ പറഞ്ഞത്. എല്ലിന്റെ വാല്യൂ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് സബ്ഷെൽ, 1 ആണെങ്കിൽ പി, 2 ആണെങ്കിൽ ഡി, 3 ആണെങ്കിൽ എഫ്. ഇവിടെ l=2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സബ്ഷെല്ലാ? ഡി സബ്ഷെൽ. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 4D. അടുത്തത് n=3, l=1. n=3 എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് 3ാമത്തെ ഷെല്ലില്. l=1 അസിമുതൽ ക്വാണ്ടം നമ്പർ 1 എന്ന് പറഞ്ഞാൽ അത് പി സബ്ഷെല്ലാണ്. അപ്പൊ ഇവിടെയുള്ള സബ്ഷെല്ല് 3p ആയിരിക്കും. സെറ്റ് അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അടുത്തതിലേക്ക് പോവാം. കുറച്ച് സബ്ഷെല്ലുകളെ തന്നിട്ടുണ്ട്. ഇതിന്റെ n and l വാല്യൂസ്, പ്രിൻസിപ്പൽ ആൻഡ് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് കണ്ടെത്തുക. അതാണ് നമ്മുടെ ജോലി. 2s എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലാണ് അല്ലേ. അപ്പോൾ n=2, l= എത്രയാ വരിക? എസ് സബ്ഷെല്ലാണെങ്കിൽ 0. അടുത്തത് 4p ആണ്. 4ാമത്തെ ഷെല്ലിലെ പി സബ്ഷെല്ലാണ്. സോ n=4, l= പി സബ്ഷെല്ലാണെങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 1 ആയിരിക്കും. അടുത്തത് 3d, 3ാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലാണ്. സോ n=3, l=2 എന്ന് വരും. അടുത്തത് നോക്കിക്കേ, 5f ആണ്. 5ാമത്തെ ഷെല്ലിലെ എഫ് സബ്ഷെല്ലാണ്. സോ n=5, l=3 എന്ന് വരും. ഇതാണ് നമ്മുടെ n and l വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഒരു ഷെല്ലിനെ പറ്റിയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഫിൽസ് ഇൻ ടു ദ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3. അതായത് ഒരു ആറ്റത്തിലെ അവസാന ഇലക്ട്രോൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 നിറയുന്നുണ്ട്. ഈ ഷെല്ലിൽ ആകെ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. 3ാമത്തെ ഷെല്ലിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ ഉണ്ട്. റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ അറിയാത്തവരുണ്ട് എങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ വീഡിയോ ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അത് കാണാം. അത് എഴുതാൻ പഠിപ്പിക്കുന്ന വീഡിയോ മിസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാം. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഉള്ളത് ഏത് ഷെല്ലിലാ? 3 ഷെല്ലിലാ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. 1s ഉണ്ടാകും, 2s ഉണ്ടാകും, 1s ഉണ്ട്, 2sഉം 2p ഉണ്ട്. 3ാമത്തെ ഷെല്ലില് 3sഉം 3p. ഇവിടെ തികയത്തില്ല മക്കളെ, തികയത്തില്ല. സോ 1s ഉണ്ട്, 2sഉം 2p ഉണ്ട്. 3ാമത്തെ ഷെല്ലിൽ 3sഉം 3pയും 3d വരെ ഉണ്ട്. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3ാമത്തെ ഷെല്ലിൽ ടോട്ടൽ 7 ഇലക്ട്രോൺ. അപ്പൊ ആ 7 ഇലക്ട്രോൺ ആദ്യം തന്നെ ഒറ്റയ്ക്ക് ഒരു സബ്ഷെല്ലിലേക്ക് കയറില്ല. 3ാമത്തെ ഷെല്ലിൽ ആദ്യം ഇലക്ട്രോൺസ് കയറുക എസ് എന്ന് പറയുന്ന 3sലായിരിക്കും. 7 ഇലക്ട്രോണും 3s കയറുമോ? കയറില്ല. ആ 7 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ 3sൽ കയറും. ഇനി പി സബ്ഷെല്ലിലേക്ക് പോകും. പി സബ്ഷെല്ലിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് കയറും. നമ്മുടെ കയ്യിൽ ബാക്കി 5 അല്ലേ ഉള്ളൂ. 7ൽ 2 ഓൾറെഡി കൊടുത്തു, ഇനി 5 ബാക്കിയുള്ളൂ. സോ 5നെ നമുക്ക് 3pക്ക് കൊടുക്കാം. സോ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s2, 2p6, 3s2, 3p5. സിമ്പിൾ. ഇനി മക്കളെ n=2 എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ഉണ്ട്. അതിൽ ഏതൊക്കെ സബ്ഷെല്ലുകളാണ് എന്ന് നമ്മൾ പറയണം. n=2 എന്ന് പറയുന്ന ഒരു ഷെല്ലില് എത്ര സബ്ഷെല്ലുകൾ ഉണ്ട്? അപ്പൊ അതെങ്ങനെയാ നമ്മൾ ഓർത്തിരിക്കുക? ഒരു ആറ്റത്തിലെ ഷെൽ നമ്പറും സബ്ഷെല്ലിന്റെ എണ്ണവും ഈക്വൽ ആണ്. അതായത് 1ാമത്തെ ഷെല്ലിൽ 1 സബ്ഷെല്ല്, 2ാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ല്, 3ാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ല്, 4ാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ല്. ഇത്
n is equal to 2 രണ്ടാമത്തെ ഷെല്ല്. രണ്ടാമത്തെ ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെല്ലാണ്? 2 സബ്ഷെല്ലുകളാണുള്ളത്. അത് ഏതൊക്കെയായിരിക്കും? രണ്ടാമത്തെ ഷെല്ലിലുള്ള എസും പിയും. ഒന്നാമത്തെ ഷെല്ലിൽ എസ് മാത്രമേ ഉള്ളൂ, 1s. രണ്ടാമത്തെ ഷെല്ലിൽ 2s ഉണ്ട്, 2p ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ 3s 3p 3d 3 എണ്ണം ഉണ്ട്. നാലാമത്തെ ഷെല്ലിൽ 4s 4p 4d 4f വരെ പോസിബിൾ ആണ്. ഇനി അടുത്തത് എന്താ മക്കളെ? ഇനി എത്ര ഓറിയന്റേഷൻ? L is equal to 1. ഓക്കെ, അതായത് L എന്ന് പറഞ്ഞാൽ ആരാ? അസിമുതൽ ക്വാണ്ടം നമ്പർ 1 ആണ്. അതില് എത്ര ഓറിയന്റേഷൻ ഉണ്ട്? അപ്പൊ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? മിസ് പഠിപ്പിച്ചത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിനെ ഓർക്കുക അല്ലെ. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ? 2 × L + 1. എല്ലിന്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1 ആണ്, റൈറ്റ്? സോ 2 × 1 + 1, അതായത് 2 + 1 3. നോക്കിക്കേ, L is equal to 1 എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെല്ലാ? L is equal to 1 എന്ന് പറഞ്ഞാൽ അത് പി സബ്ഷെല്ലാണ്. അപ്പൊ പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് 3 ഓറിയന്റേഷനുകൾ പോസിബിൾ ആണ്. അപ്പൊ നോക്കിക്കേ, 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ, ഞാനൊരു സബ്ഷെല്ല് വരാം, നിങ്ങൾ അതിന്റെ N and L വാല്യൂസ് കണ്ടെത്തുക. അതായത് സബ്ഷെൽ എന്ന് പറയുന്നത് 5 5 5 5 5 5f ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ N and L വാല്യൂസ് നിങ്ങൾ കണ്ടെത്തണം. അതേപോലെ ഈ സബ്ഷെല്ലിന് എത്ര ഓറിയന്റേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇത് രണ്ടും കണ്ടെത്തി എൻ്റെ കുട്ടികൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോഴാണ് ഈ പഠിപ്പിച്ചു തന്നത് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് മിസ്സിന് മനസ്സിലാവുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കാണുക. അതേപോലെ നമ്മുടെ ഇനിയുള്ള എല്ലാ ലൈവുകളും എൻ്റെ കുട്ടികൾ കാണണം. നമ്മുടെ A+ ലൈവ് ക്വസ്റ്റ്യൻസിന്റെ ലൈവ് കാണുക. മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്റർ എല്ലാം നിങ്ങൾ ഉണ്ടാവണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. കെമിസ്ട്രി നമ്മൾ സെറ്റ് ആക്കിയിരിക്കും, ഒന്നും പേടിക്കണ്ട. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ നോക്കും നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.